നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഞങ്ങളൊന്ന് എറണാകുളം വരെ പോവാണ്. അപ്പോൾ എറണാകുളം വരെ പോകുന്നത് ഞാനും അമ്മുവും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് ചുമ്മാ ഒരു ഷോപ്പിംഗ് ഒന്ന് കറങ്ങാനൊക്കെ പോകാനായിട്ട് വിചാരിച്ച് വെച്ചേക്കാണ്. അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അവൾ വന്നിട്ട് എന്നോട് ചോദിച്ചു നമുക്ക് ചേച്ചി ഇങ്ങനെ പോകാമെന്ന്. അപ്പോൾ ഞാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ എറണാകുളം പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കാണാനായിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ അമ്മു വന്നിട്ടുണ്ട്. ചേട്ടേ പറ, ഞങ്ങള് പോയിട്ട് വരാം. എന്താണ് കൂടുതൽ പറയാനുള്ളത്? നമ്മളുടെ ഒരു ഏകദേശം ഒരു കോസ്റ്റ്യൂമാണല്ലോ. നീ വന്നേ കണ്ണാടിയിലേക്ക് വാ. അങ്ങനെ ഞങ്ങൾ റെഡിയായി. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ടാറ്റാ അല്ലേ? ഞങ്ങൾ സെയിം ഒരേ കോസ്റ്റ്യൂം ആട്ടോ. ഞാൻ ബ്ലൂ, ചേച്ചി ഗ്രീൻ. ഞങ്ങൾ പോയിട്ട് വരാം. പിന്നെ ഒന്നുമില്ല. ഓക്കെ, ടാറ്റാ, ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്. അങ്ങനെ പിടിച്ചാൽ മതി. അങ്ങനെ ഞങ്ങൾ നടന്ന് ദേ ബസ്സിൽ വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ബസ്സിൻ്റെ സൈഡ് സീറ്റിലാണ് ആദ്യം ഞങ്ങൾ ഇരുന്നത്. പക്ഷെ അവിടെ ഇരുന്നിട്ട് എനിക്കൊരു കംഫർട്ടബിൾ ഫീൽ ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ മറ്റേ സീറ്റിലേക്ക് പോയിരുന്നു. അങ്ങനെ ഞങ്ങൾ ദേ എറണാകുളത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ എറണാകുളം ഏകദേശം എത്താറായിട്ടുണ്ട്. വണ്ടി ഇറങ്ങാറായി. പോസ്റ്റിപ്പാലം കയറുകയാണ്. ഞങ്ങളൊരു വലിയ പ്ലാനിങ്ങോടുകൂടി ഒന്നും അല്ല ഈ പോക്ക് പോകുന്നത് കേട്ടോ. വെറുതെ ചുമ്മാ കറങ്ങാൻ എന്നുള്ളൊരു പ്ലാൻ മാത്രമേ ഉള്ളൂ. എന്തായാലും ആദ്യം ഞങ്ങൾ ഇറങ്ങി നടന്നത് മറൈൻ ഡ്രൈവിലേക്കാണ്. അവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് കറങ്ങി നടന്നതിന് ശേഷമാണ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനായിട്ടൊക്കെ ഒന്ന് പോയത്. മറൈൻ ഡ്രൈവിലൊക്കെ ഒരുപാട് തവണ പോയിട്ടുള്ളതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും എടുക്കാനൊന്നും ഇല്ലായിരുന്നു. കുറച്ച് നേരം അതിലെ നടന്ന വീഡിയോസൊക്കെ പകർത്തുമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ചെയ്തത്. നടന്ന് അങ്ങ് അറ്റം വരെ നടന്നെത്തി കേട്ടോ. ആദ്യം മറൈൻ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്പേസിൽ നിന്നും പിന്നീട് ഞങ്ങൾ എൻഡ് വരെയുള്ള സ്ഥലം വരെ ഏകദേശം നടന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്മുവിൻ്റെ ഓഫീസിലേക്ക് പോകാമെന്നും പറഞ്ഞ് കുറച്ച് ദൂരം പിന്നെ അങ്ങോട്ട് നടന്ന് അമ്മുവിൻ്റെ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാവേ. അമ്മുവിൻ്റെ ഓഫീസ്. അമ്മു പെട്ടെന്ന് തിരിയരുത്, തിരിഞ്ഞാൽ അതിനകത്ത് അങ്ങനെ അങ്ങനെ വേണ്ട, ഇനി അത് വീഡിയോക്കകത്ത് വരില്ലേ. അപ്പോൾ ഇവിടെയാണ് കേട്ടോ മറൈൻ ഡ്രൈവിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ആർക്കെങ്കിലും വന്ന് ജോലി ചെയ്യില്ല. പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് ബ്രോഡ്വേയിലേക്കാണ്. അപ്പോൾ ഡ്രസ്സ് എടുക്കാനാണ് ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കിന് ഇവിടെ ഡെയിലി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെയാണ് ഉള്ളത്. കിലോ കണക്കിന് തൂക്കി കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ വന്നതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കൊരു ഫംഗ്ഷനൊക്കെ വേണ്ടി ഉപയോഗിക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് മേടിച്ചില്ല. പിന്നെ ഞങ്ങൾ നേരെ വന്നൊരു ഷെയ്ക്ക് കുടിക്കാനായിട്ട് വന്നിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ചൂടും വിയർപ്പും നമുക്ക് ആകെ ഒരു അസ്വസ്ഥതയായിരുന്നു. അങ്ങനെ വന്നിരുന്നപ്പോൾ ആദ്യം ഓർത്ത് വെള്ളം കുടിക്കാമെന്ന്, പിന്നെ ഓർത്ത് വേണ്ട ഷേക്ക് കുടിക്കുന്നതായിരിക്കും വിശപ്പിനും ദാഹത്തിനൊക്കെ ബെറ്റർ എന്ന് തോന്നി. അങ്ങനെ അതൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ എറണാകുളത്തപ്പം ഗ്രൗണ്ടിലാണ് വന്നത് കേട്ടോ. ഇവിടെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ ഒന്ന് കണ്ടിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്നുള്ള പ്ലാനിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ടിക്കറ്റ് എടുത്ത് കയറാനായിട്ട് പോയി. അവിടെ 150 രൂപയാണ് കേട്ടോ. 150 രൂപയുടെ അതിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് മാത്രം ഒന്നുമില്ല. പക്ഷേ കാണാത്ത കുറേ പുതിയ ഐറ്റംസൊക്കെ കണ്ടു കേട്ടോ. എന്തായാലും നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കുറച്ചൊക്കെ വെറൈറ്റി ആയിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് കുറേ പൂക്കളും തുമ്പികളും ഒക്കെ ആയിട്ട് അതൊക്കെ ഇങ്ങനെ ചലിക്കുന്ന രീതിയിൽ, അതിനൊക്കെ ഇങ്ങനെ ഒരു ചെറിയ വൈബ്രേഷനുള്ള രീതിയിലാണ് അവരത് ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. പിള്ളേരെ ആകർഷിക്കുന്ന പോലെ നമുക്ക് വലിയവർക്കും ഒക്കെ അത് നല്ലൊരു ആകർഷണമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അതിൽ നടന്ന് കാണുമായിരുന്നു കേട്ടോ. പിന്നെ ഞാനും അമ്മുവും മാത്രം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു പ്രത്യേക സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളിങ്ങനെ എവിടെ പോകും എങ്ങനെ പോകും എന്നൊക്കെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നത് അറിഞ്ഞ് ഞങ്ങളിങ്ങനെ വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തന്നെ ആയതുകൊണ്ട് കുറച്ച് അധിക സമയം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്ത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് വണ്ടർ വാട്ടർഫോൾ കാണാൻ പറ്റും കേട്ടോ. അതൊരു അടിപൊളി കാഴ്ചയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ എറണാകുളത്ത് ആദ്യമായിട്ട് വന്നതാണ്. അപ്പം അതൊരു അത്ഭുത കാഴ്ചയായിട്ട് എനിക്കും അമ്മുവിനും തോന്നി. ഞങ്ങൾക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ സാധാരണ ഫെസ്റ്റൊക്കെ നടക്കുമ്പോൾ ഉള്ള പോലെ
മറ്റ് സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, കുട്ടികൾക്കുള്ള റൈഡ്, അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ വന്ന സമയത്താണ് കേട്ടോ. ഇവിടെയാണ് കാഴ്ചകൾ കാണാൻ കൂടുതലും ഉള്ളത്. അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മുടെ വാട്ടർഫോളും ഒക്കെ ഉള്ളത് കേട്ടോ. അവിടെ ചെന്ന് നിന്നപ്പം മുഖത്തോട്ട് ഇങ്ങനെ വെള്ളം തെറിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ റീൽസിനകത്തൊക്കെയാണ് ഞാനിത് കൂടുതലും കണ്ടിട്ടൊക്കെ ഉള്ളത്. കുട്ടികളെല്ലാവരും വെള്ളത്തിൽ നിന്ന് കളിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. കുട്ടികൾ മാത്രമല്ല കേട്ടോ, മുതിർന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ഒരു ഫെസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഫാമിലിക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ ടിക്കറ്റിൻ്റെ വില 150 രൂപ, അതെനിക്ക് ഇച്ചിരി കൂടുതലായിട്ട് തോന്നി. കാരണം അതിൻ്റെ ഉള്ളിൽ അതിന് മാത്രം ഒന്നും കാണാനൊന്നുമില്ല. ഇങ്ങനെ കുറച്ച് വെള്ളച്ചാട്ടം മാത്രമേ ഉള്ളൂ നമുക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയാനായിട്ടുള്ളത്. ഫെസ്റ്റൊക്കെ നോർമലി നടക്കുന്ന പോലത്തെ തന്നെ ഫെസ്റ്റായിരുന്നു. പിന്നെ ഫർണിച്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്ത് മേടിക്കാം. അങ്ങനെ സാധാരണ നമ്മളൊരു ഫെസ്റ്റ് കാണാൻ പോകുമ്പോൾ എന്തൊക്കെയാണോ ഉള്ളത് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു 100 രൂപ ആയിരുന്നെങ്കിൽ പിന്നെയും നമുക്ക് ഓക്കെ പറയാം. കാരണം ഫാമിലി ആയിട്ട് എല്ലാവരും വരുമ്പം അവർക്കത് അഫോർഡബിളായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യത്തില്ല. എനിക്ക് ഞാനും അമ്മും മാത്രമായതുകൊണ്ട് ഓക്കെ ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തോന്നി. ഒരു ഫാമിലി ഫുൾ വരുമ്പോഴത്തേക്കിന് 150 രൂപ എന്ന് പറയുന്നത് എനിക്ക് നഷ്ടമായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം വേറെ ഒന്നും കാണാനില്ല. ഇങ്ങനെ കുറേ ആൾക്കാർ അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ അടുത്തോട്ട് ചെന്ന് നിൽക്കാനും പറ്റില്ല. അപ്പം ഞാൻ ഷൂട്ട് കൊണ്ട് തന്നെ വെള്ളമൊന്നും നനയ്ക്കാനൊന്നും പോയില്ല. അവിടെ നിന്ന് ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോയിലേക്ക് പകർത്തി കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്തു. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും ഭംഗി ആസ്വദിക്കാൻ ഇല്ല എന്ന് വേണം പറയാൻ. ആൾക്കാർ കൂടി നിൽക്കുമ്പോൾ നമുക്കും ഒന്നിൻ്റെയും ഭംഗി ആസ്വദിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഞങ്ങൾ നിന്നു. അപ്പോൾ കുറേ നേരം നടന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ ഇരുന്ന് കാണാമെന്ന് ഓർത്ത് ഒരു സ്ഥലത്ത് സീറ്റ് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ ഓടി വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന പോലെ തന്നെ കുറേ പേര് അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ പയ്യെ നടന്ന് അടുത്തത് കാണാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പം അത്യാവശ്യം നല്ല പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ അവരുടെ. ഇതാണ് ഞാൻ പറഞ്ഞ ഫർണിച്ചറൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മൂനോട് പറയായിരുന്നു വീട് വെച്ചിട്ട് ഇങ്ങനെ ഒരു സാധനമൊക്കെ മേടിക്കണമെന്ന്. അങ്ങനെ ഇതേ ഗെയിം കളിക്കുന്ന സെക്ഷനിലേക്ക് വന്ന് അപ്പോൾ കുറേ പേരൊക്കെ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് മറ്റുള്ളവർ ഗെയിം കളിക്കുന്ന കുറച്ച് നേരം നിന്ന് കാണുകയൊക്കെ ചെയ്തു കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ കളിക്കാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പിന്നെ അവർ ഓരോ കളിക്കും 100, 150 ഒക്കെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. മറ്റുള്ളവരുടെ കളി കാണാമെന്ന് ഓർത്ത് അവിടെ നിന്ന് കുറച്ച് നേരം കണ്ട് അപ്പോൾ അതിലെ നടന്ന് റൈഡൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് തിരിച്ചു. അങ്ങനെ അതെല്ലാം കണ്ടതിന് ശേഷം നേരെ ഞങ്ങൾ ബസ് കയറാനായിട്ട് വന്നു. ബസ് കയറാനായിട്ട് വന്നപ്പോൾ തന്നെ ഇരുട്ടിയിട്ടുണ്ടായിരുന്നു ഏകദേശം. നല്ല ബ്ലോക്കൊക്കെ ഉണ്ട്. അങ്ങനെ ബസ് കിട്ടി. ഞങ്ങൾ ബസ്സിൽ കയറിയിരുന്നു. ബസ് മൂവ് ചെയ്യാനായിട്ട് പയ്യെ പോകുന്നുള്ളൂ. നല്ല ബ്ലോക്കാണ്. ബ്ലോക്ക് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ അന്തം വിട്ട് പോയിട്ട് കഴിഞ്ഞ് എത്തുമ്പം സമയം ഒരുപാട് വൈകുമെന്ന് മനസ്സിലായി. ഇതാണ് ബ്ലോക്ക്. നല്ല അടിപൊളി ബ്ലോക്കായിരുന്നു. ഒന്നാമത് ഞങ്ങൾ ഞായറാഴ്ച ദിവസമാണ് പോയത്. അതുകൊണ്ടാണ് ഇത്രയും ബ്ലോക്ക് എറണാകുളത്ത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അവൾ എന്നെ ഇവിടെ ആക്കിയിട്ട് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.